BJP പ്രവർത്തകർ പ്രതിഷേധിക്കാൻ സാഹചര്യം കൂടി ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരു പക്ഷേ സംഘർഷ സാധ്യതയൊക്കെ ഉണ്ട്. എന്താണ് പ്രതിഷേധിക്കാൻ എത്തിയതാണോ? എന്താണ് പ്രശ്നം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി BJP മോർച്ച പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അറസ്റ്റിലായിരുന്നത്? എന്താണ് നിങ്ങൾക്ക് കിട്ടിയ വിവരം? അദ്ദേഹം കോടതിയിൽ പോലീസിന്റെ പിടിയിലെന്ന് പറയുന്നു. തീർച്ചയായും പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധിക്കും. MLA ആയിട്ട് തുടരാൻ വേണ്ടിയിട്ട് യാതൊരു അവകാശമില്ല. ഇവിടെ വെച്ച് MLA സ്ഥാനം രാജിവെക്കണം. ഇവിടെ വെച്ച് MLA സ്ഥാനം രാജിവെക്കണം. ശ്രീജ, ഒരു സംഘർഷ സാധ്യതയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. BJP പ്രവർത്തകർ അത് വലിയ തോതിൽ അത്തരത്തിൽ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഒരു സംഘർഷ സാധ്യത കൂടി നമുക്കിവിടെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്ന ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏത് സമയത്തും ഈ കോടതിയിൽ എത്തിയേക്കാം. അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നിരിക്കുന്നു. ഏതായാലും കൂടുതൽ പോലീസ് ഇവിടെ എത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒരു സംഘർഷ സാധ്യതയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ പോലീസ് എത്തിയതിനു ശേഷമായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എത്തിക്കുന്നതെന്നാണ് നമുക്കിത് അറിയേണ്ടത്. ഏതായാലും DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈകിട്ട് 6:30 ശേഷമാണ് അസാധാരണമായ തരത്തിൽ ഈ കോടതി പരിസരത്തേക്ക് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നത്. അത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ വലിയ ബന്ദോബസ്ത് ഒരുക്കുന്നു. അപ്പോൾ തന്നെ നേരിയ സൂചനകൾ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലീസിന്റെ അറസ്റ്റിലായിട്ടുണ്ട് എന്ന സൂചനകൾ വന്നു. ഈ കോടതിയിലേക്ക് കടക്കാനുള്ള 2 കവാടങ്ങളിലും പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട്, ഹോസ്ദുർ കോടതിയിൽ ഹാജരാക്കിയേക്കും എന്ന സൂചന വന്നതിനെ തുടർന്ന് അവിടെ പ്രതിഷേധിക്കാൻ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് രാവിലെ തൊട്ട് ഈ കോടതിയിൽ രാഹുൽ കീഴടങ്ങിയേക്കും എന്ന രീതിയിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നതുവരെ കാത്തിരിക്കാമെന്നതായിരുന്നു രാഹുൽ ക്യാമ്പ് കരുതിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം എന്തായാലും പോലീസിന്റെ ഒരു നിരീക്ഷണ പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയെങ്കിൽ ഈ വിധി വന്നതിന് ശേഷം അറസ്റ്റ് തടയാത്ത കോടതി നിലപാടിന് ശേഷം ഒരു അറസ്റ്റ് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ വലിയ രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒരു പോലീസ് വാൻ നിറച്ച് പോലീസുകാരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അവിടെ ആളുകളും തടിച്ചു കൂടിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ വൈകിട്ട് 5:30 വരെ കോടതി ഉണ്ടായിരുന്നു. ഇത്രയും നേരത്തിന് ശേഷവും 1 മണിക്കൂറിന് ശേഷവും 1.25 മണിക്കൂറിന് ശേഷവും മജിസ്ട്രേറ്റ് അവിടെ നിന്ന് മടങ്ങാത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെയും കൊണ്ട് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നു എന്നതിന്റെ സൂചനയായി തന്നെ വേണം മനസ്സിലാക്കാൻ. ഹോസ്ദുർ കോടതി പരിസരത്ത് നാടകീയമായ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? എവിടെയായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത്? പോലീസിന്റെ ഒരു നിരീക്ഷണ പരിധിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്തായിരുന്നു? ശ്രീജ, നമുക്ക് ഇത് കിട്ടുന്ന കൃത്യമായ സൂചന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പദ്ധതി ഈ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഹോസ്ദുർ കോടതിയിൽ കീഴടങ്ങുക എന്ന് തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സുള്ളിയയിലെ ഒരു ഫാമിൽ എത്തിയത്. ഈ ഡ്രൈവർ ഫാമിൽ രാഹുലിനെ കൊണ്ടുവിട്ടെന്ന് മൊഴി നൽകിയിരുന്നു. അതാണ് പിന്നീട് പോലീസിനെ വലിയ തോതിൽ വഴിത്തിരിവായതും പരിശോധന നടത്തിയതും. പിന്നെ നമ്മളാണ് ഇത്തരത്തിൽ ഈ ഹോസ്ദുർ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായിരിക്കുമെന്ന സൂചന നൽകുന്നത്. പിന്നീട് ഇപ്പോൾ പോലീസിന്റെ പരിശോധന അത് വലിയ തോതിൽ ഉണ്ടായതിനെ തുടർന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ പിന്നീട് ഈ കേസിൽ ഇനി ഹൈക്കോടതിയിൽ പോയാലും ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കില്ല എന്ന ഒരു നിയമോപദേശം ലഭിച്ചതിന് അടിസ്ഥാനത്തിലായിരിക്കാം രാഹുൽ ഈ കോടതിയിൽ കീഴടങ്ങാനെത്തിയത്. അതല്ലെങ്കിൽ പോലീസിൽ കീഴടങ്ങാൻ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഇത് പോലീസിൽ കീഴടങ്ങിയതായിരിക്കാം, അതല്ലെങ്കിൽ ഈ കോടതിയിലേക്ക് വരുന്ന വഴി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാം. ഈ 2 കാര്യങ്ങളാണ് നടക്കാനുള്ള ഒരു സാധ്യത. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു, പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ, ഹോസ്ദുർ കോടതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ഒരു പക്ഷേ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലായാൽ പോലും കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിന് താമസം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അത്രത്തോളം സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നു. കൂടുതൽ ആളുകൾ BJP പ്രവർത്തകർ എത്തി, അവർ തന്നെ നമ്മോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസിന് തൽക്കാലം പിന്മാറേണ്ടി വരും. ഇനി ഒരു പക്ഷേ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാം. വൈകിയാണെങ്കിലും അങ്ങനെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ആ വസതിയിൽ ഹാജരാക്കാം. ഈ ഒരു അവസ്ഥയിൽ
ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എത്തിക്കാൻ സാധ്യതയില്ല. ഇനി അറസ്റ്റിലായാൽ തന്നെ എത്തിക്കാൻ സാധ്യതയില്ല. അത്തരം പോലീസ് ഇപ്പോൾ ഗേറ്റ് അടച്ച് പ്രധാന ഈ വാതിലിന്റെ കോടതിയുടെ സമുച്ചയത്തിന്റെ പ്രധാന ഗേറ്റ് അടച്ച് പോലീസ് കൃത്യമായി ഈ ഇപ്പോൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി വൈകും പോലീസ് അഥവാ അറസ്റ്റ് ചെയ്താൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ എത്തിക്കുന്നത് വൈകും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. വലിയ തോതിൽ ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. BJP പ്രവർത്തകർ ഉൾപ്പെടെ ഒരു രാവിലെ ഒന്നും ഉണ്ടായ എത്ര പ്രവർത്തകരല്ല, കൂടുതൽ പ്രവർത്തകർ എത്തുന്നു. അവർ തുറന്നു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുമെന്ന് തുറന്നു പറയുന്ന സാഹചര്യം നമുക്കിപ്പോൾ ഇരുട്ടാണെങ്കിലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കൂടുതൽ വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ, അതുപോലെ പോലീസ് വാഹനം. എന്നാലും ഈ സാഹചര്യം, ഈ ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോലീസിന് അത്ര പ്രായോഗികമല്ല. അതൊരു പക്ഷേ വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വൈകി പോലീസ് ജീപ്പുകളൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന രീതിയിൽ പോലീസിന്റെ സന്നാഹം ഇപ്പോൾ ഗേറ്റ് ഇപ്പോൾ ഇത് ദൃശ്യങ്ങൾ കാണുന്നത് പ്രധാന ഗേറ്റാണ്. അതിപ്പോൾ അടച്ച് ഇതിനകത്തും പോലീസുണ്ട്, പുറത്തും പോലീസുണ്ട്. ഒരു പക്ഷേ ഇനി വൈകി എത്തിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസിനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാൽ തന്നെ ഇവിടെ എത്തിക്കാൻ ഇപ്പോൾ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അത്രത്തോളം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു. പോലീസ് ഇപ്പോൾ കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു. ഇനി ഇവർ പിന്മാറി ഇനി വൈകി മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് വേണമെങ്കിലും ഹാജരാക്കാവുന്നതാണ്. കാരണം നിരീക്ഷിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കുന്നത് ബുദ്ധിപരമല്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അങ്ങനെ വേണം കരുതാൻ. അല്ലാതെ ഇത്ര പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു പോലീസ് സന്നാഹം ഉണ്ടാവുകയും ഇത്രയും നേരം കാത്തു നിൽക്കുകയും ചെയ്ത ശേഷം പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങുന്നുണ്ടെങ്കിൽ പോലീസ് മറ്റൊരു പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് വേണ്ടേ നമ്മൾ അനുമാനിക്കാൻ? തീർച്ചയായും ശ്രീജ, പ്ലാൻ സി വർക്കൌട്ട് ചെയ്യുകയാണ് പോലീസ് എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. പക്ഷെ അപ്പോഴും ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റിലായോ, എവിടെ നിന്നും അറസ്റ്റിലായി, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എവിടെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ സ്ഥിരീകരണം ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന എല്ലാ സൂചനകളും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഹോസ്ദുർഗ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. പോലീസ് ഇപ്പോൾ പ്ലാൻ മാറ്റുകയാണ്. തൽക്കാലം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കേണ്ടത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവർ തിരിച്ചു പോകുന്നു. കൃത്യമായ ഉന്നത ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പോലീസ് കൃത്യമായി ഈ ഒരു അവസ്ഥയിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കുക പ്രായോഗികമല്ല. അതൊരു പക്ഷേ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്രത്തോളം BJP പ്രവർത്തകർ ഉൾപ്പെടെ ആളുകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്രത്തോളം ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. വലിയ തോതിൽ വാർത്ത പ്രചരിച്ചു. ഒരുപക്ഷെ രാവിലെ മുതൽ തന്നെ നമ്മുടെ വാർത്തകളൊക്കെ ശ്രദ്ധിച്ച് കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കാണാത്ത സുരക്ഷ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം ആളുകൾ കൂടുതലായി എത്തുന്ന സാഹചര്യമുണ്ട്. ആളുകൾ ഈ അറസ്റ്റിലായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഔദ്യോഗികമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതിൽ കൃത്യമായ ഒരു കാര്യങ്ങൾ